വിദേശ വാർത്തകളിലേക്ക്. ഇസ്രയേലും ലെബനിലെ ഹിസ്ബുള്ളയും തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന് സൂചന. 100 ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെബനിൽ വൻ ആക്രമണം നടത്തി. ഇസ്രയേലിലേക്ക് 350ഓളം റോക്കറ്റുകളും ഡ്രോണുകളും തൊടുത്തുവിട്ട ഹിസ്ബുള്ള ഗസയിൽ ഇസ്രയേലിൻ്റെ ആക്രമണം ഇപ്പോഴും തുടരുകയാണെന്നും പശ്ചിമേഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ അവസരത്തിൽ പി ജെയിംസ് വിദേശ വാർത്തകളെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ മോശമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എസ് കെ എൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിറകെ ഇസ്രായേലും ലെബനിലെ ഹെസ്ബുള്ളയും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അവസ്ഥയിലാണുള്ളത്. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തുറന്ന യുദ്ധത്തിന് ഇപ്പോൾ പോകുന്നില്ല, പക്ഷേ ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി എന്നാണ് നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും വലിയ സംഭവങ്ങൾ ഈ മണിക്കൂറുകളിലാണ് സംഭവിച്ചിട്ടുള്ളത്. എസ് കെ എൻ, പ്രത്യേകിച്ച് ലെബനിലെ ഹെസ്ബുള്ള 6000 റോക്കറ്റുകൾ അയക്കാനിരിക്കുന്നുവെന്ന ഇൻ്റലിജൻസ് വിവരം ലഭിച്ചുവെന്നാണ് ഇസ്രായേലി ഇൻ്റലിജൻസ് പറയുന്നത്. ഇതേ തുടർന്ന് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്, അവരെ ആക്രമിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ 100 യുദ്ധവിമാനങ്ങളുമായി ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത്. അവരുടെ അടിയന്തര മന്ത്രിസഭ ചേരുകയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ, അവിടെ ലെബനിൽ നിന്ന് ഏതാണ്ട് 6000ഓളം റോക്കറ്റുകൾ വരുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിക്കുകയും അതേ തുടർന്നാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഇസ്രായേൽ 100ലേറെ യുദ്ധവിമാനങ്ങളാണ് ഒറ്റയടിക്ക് തെക്കൻ ലെബനനിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയത്. പ്രത്യേകിച്ച് ലെബനീസ് താഴ്വര മനോഹരമായിട്ടുള്ള താഴ്വരകളാണ്. അവിടെ ദേവദാരുക്കളും അതുപോലെ തന്നെ കുന്തിരുക്കമൊക്കെ പൂക്കുന്ന ആ താഴ്വരകളിൽ തീമഴയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആ രീതിയിലാണ് 100 യുദ്ധവിമാനങ്ങൾ ഒറ്റയടിക്ക് ചെന്ന് നടത്തുന്ന ഒരു ആക്രമണം സെക്കൻഡ് വേൾഡ് വാറിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പേൾ ഹാർബറിൽ 1941 അമേരിക്കയുടെ പേൾ ഹാർബറിൽ ജാപ്പനീസ് വ്യോമസേന നടത്തിയ ആക്രമണം പോലെ ആ തരത്തിലുള്ള ആക്രമണമാണ് നടത്തിയത്. ഇന്ത്യക്ക് ഇതുപോലെയുള്ള പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കിൻ്റെ ഇതുണ്ട്. 1965ലും 71ലും പാകിസ്ഥാൻ ആക്രമിക്കുമെന്ന് അറിഞ്ഞ സമയത്ത് നേരത്തെ തന്നെ ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അനുമതി വാങ്ങിച്ച് ഇന്ത്യൻ പട്ടാളം ഇന്ത്യയുടെ വ്യോമസേന അടിച്ചിട്ടുണ്ട്. 71ലും ഇതേ തരത്തിൽ തന്നെ ബംഗ്ലാദേശ് പ്രശ്നത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ബാലക്കോട്ട് ഇന്ത്യ നരേന്ദ്രമോദിയുടെ കാലത്ത് പാകിസ്ഥാനിൽ കയറി അടിച്ചു. അപ്പോൾ ഈ തരത്തിൽ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നാണ് അവരതിനെ പറഞ്ഞിരിക്കുന്നത്. 100ലേറെ വിമാനങ്ങൾ അവിടെ അഗ്നി വിതച്ചു. പക്ഷേ ഹെസ്ബുള്ള വെറുതെ ഇരുന്നില്ല. ഹെസ്ബുള്ള 350ഓളം റോക്കറ്റുകളാണ് അയച്ചത്, ഒപ്പം തന്നെ ഡ്രോണുകൾ. ഇതൊരു പുതിയ തന്ത്രമാണ്. കാരണം അവിടെ അയൺ ഡോമിൽ തട്ടി ഇവരുടെ റോക്കറ്റുകൾ മുഴുവൻ തീരുകയാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ആദ്യം പ്രൊജക്ടൈൽ വിട്ട് ഒന്നിനു പിറകെ തുരുതുര റോക്കറ്റുകൾ അയക്കുന്നു. അതിൻ്റെ ഗ്യാപ്പിൽ അവർ ഡ്രോണുകൾ അയക്കുന്നു. ഡ്രോൺ ടെല്ലവീവിൻ്റെ അടുത്ത് വരെ ചെന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഡോമുകളെയൊക്കെ തകർത്തുകൊണ്ട് മുന്നേറുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഹെസ്ബുള്ള നടത്തിയിട്ടുള്ളത്. എസ് കെ, ഹെസ്ബുള്ളയെ നമ്മൾ കാണേണ്ടത് ലോകത്തിലെ ഒരു സൈന്യമല്ലാത്ത ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഇതാണ്. 1982 തുടങ്ങിയതാണ്. 2006 34 ദിവസം ഇസ്രായേലുമായിട്ട് യുദ്ധം നടത്തി. എന്നിട്ട് അവർ തകർന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഏതാണ്ട് 19,000-ഓളം ഒരു വലിയ സേനയുണ്ടെന്നാണ് പറയുന്നത്. അണ്ടർഗ്രൗണ്ടിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വന്നത് ഈ ഹമാസ് ഗസയിൽ ഇതിനേക്കാൾ വലിയ തുരങ്കങ്ങൾ ഇവിടെ ഉണ്ടെന്നും അതിലൂടെ ട്രക്കുകൾ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. അതുകൊണ്ട് ഹെസ്ബുള്ളയുടെ പിന്നിൽ ഇറാനുണ്ട്, ഇറാഖിലെയും സിറിയയിലെയും മിലിറ്റൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അവർ തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നു. അവരുടെ കമാൻഡർ ഹസൻ നസ്രുള്ള പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിർത്തിയിട്ടില്ല, ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ലെബനിനെതിരെ ഇസ്രായേൽ തുടരെയായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് തുറന്ന യുദ്ധത്തിലേക്ക് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, ആ തരത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇവർ 10 മാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. 500ലേറെ പേർ ലെബനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനും കാര്യമായി പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിൽ നിന്ന് 60,000-ഓളം പേരാണ് രക്ഷപ്പെട്ട് പോകേണ്ടി വന്നത്. അവിടെ ഒരുപാട് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അറ്റാക്ക് നടന്നു. ഇസ്രായേൽ അത് തുറന്ന് പറയുന്നില്ലെന്ന് മാത്രം. ആ തരത്തിലേക്ക് പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായിരിക്കുകയാണ് എസ് കെ. അതിനിടയിൽ ഗസയിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ 40,400-ന്റെ അടുത്തെത്തി നിൽക്കുകയാണ് എസ് കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. മറ്റൊരു കാര്യം, ഈ യുക്രൈൻ യുദ്ധരംഗം കൂടുതൽ വഷളാകുകയാണ്. ഈ യുക്രൈനിലെ ഒരു ഹോട്ടലിലേക്ക് റഷ്യ മിസൈൽ ചെയ്തു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നു. അതിൽ റോയിട്ടറിലെ ഒരു മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നു. മറ്റു 2 പേർക്ക് പരിക്കും പറ്റി. ഈ യുക്രൈൻ യുദ്ധത്തിൽ കുറച്ചുകൂടെ യുക്രൈന് അപ്പർ ഹാൻഡ് ലഭിക്കുന്നുണ്ടോ? എസ് കെ, ഇത് ഒരു ഭാഗത്ത് യുക്രൈൻ ക്രിസ്ക് മേഖലയിലൂടെ കയറി 1200 സ്ക്വയർ കിലോമീറ്റർ റഷ്യയുടെ മണ്ണ് പിടിച്ചെടുത്തിരിക്കുകയാണെന്ന് മാത്രമല്ല, ഇന്നലെ മാത്രം 4-5 കിലോമീറ്റർ കയറി മുന്നേറി. റഷ്യ തടഞ്ഞു നിർത്തിയിട്ടും ഉക്രൈൻ സേന
ഏതാണ്ട് 10,000-ലേറെയുള്ള സേനയുണ്ട്, ആയിരക്കണക്കിന് ടാങ്കുകളുമായിട്ട് അവർ റഷ്യയ്ക്കുള്ളിൽ മുന്നേറുന്നു എന്നുള്ളത് വളരെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ അതുകൊണ്ട് റഷ്യ നിർത്തുന്നില്ല. റഷ്യ വ്യാപകമായിട്ട് ഫ്രണ്ടിയറായിട്ട് നിൽക്കുന്ന ഉക്രൈൻ നഗരങ്ങളിൽ ആക്രമണം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. സുമിയിൽ, കാർക്കീവിൽ, ഡോണറ്റ്സ്കിൽ, കിഴക്കൻ ഉക്രൈനിലെ ലുഹാൻസ്കിലൊക്കെ റഷ്യൻ വിമാനങ്ങൾ തീത്തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല അവിടെ ക്രാംസ്റ്റോക്ക് എന്ന സ്ഥലത്തെ സഫയർ എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിരുന്ന റോയിറ്റേഴ്സിലെ 6 ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർക്ക് നേരെ ആക്രമണം നടന്നു. അതിൽ ഒരാൾ ബ്രിട്ടീഷുകാരനായിട്ടുള്ള മുൻ സൈനികനാണ്. അധികം ഇവരുടെ സെക്യൂരിറ്റി ചുമതല വഹിച്ചിരുന്ന റയാൻ എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ 2 സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്ന ദിവസം മാത്രമാണ് റഷ്യ ആക്രമണം നിർത്തിവെച്ചത്. പ്രത്യേകിച്ച് കീവിലേക്കൊക്കെ അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കീവിൽ ആക്രമണം നടത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന ദിവസം മാത്രം റഷ്യ ആക്രമണം നിർത്തിവെച്ചിരുന്നു. പക്ഷേ അത് വലിയ രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം തന്നെ ഉക്രൈൻ സേന മുന്നോട്ട് പോകുന്നു. ഒപ്പം വേറൊരു സംഭവവാസം ഉണ്ടായിട്ടുള്ളത് SKN ബെലാറസ് റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. റഷ്യയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ്. അലക്സാണ്ടർ ലുക്കാഷെങ്കോ എന്ന ഒരുപക്ഷെ ഏകാധിപതി എന്നൊക്കെ വിളിക്കും. അദ്ദേഹം 26 വർഷമായിട്ട് അവിടെ അധികാരിയാണ്. അവിടെ ഒരു സേനയെ ഒരുക്കി നിർത്തി ഉക്രൈനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം വ്ളാഡിമിർ സെലൻസ്കി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, ബെലാറസിൽ ഇടപെടരുത്. നിങ്ങൾ യുദ്ധസമയത്ത് റഷ്യക്ക് പട്ടാളക്കാരെ കൊണ്ടുവരാനായിട്ട് അനുവാദം കൊടുത്തു. ഇനി ഞങ്ങൾ കണ്ടിരിക്കില്ല, ബെലാറസിനെയും വേണ്ടി വന്നാൽ അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ സെലൻസ്കി പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം സെലൻസ്കിയുമായിട്ട് ഈ മണിക്കൂറുകളിൽ സംഭാഷണം നടത്തി അമേരിക്കയുടെ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഉക്രൈനിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ട്രംപ് അനുകൂലിക്കുന്നില്ല. SKN ജെയിംസ്, വേറെ കാര്യം, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ ഇരുമ്പ് വേലി കെട്ടുന്നത് ഈ ബംഗ്ലാദേശി സേന തടഞ്ഞു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ടല്ലോ. അതിൽ എത്രമാത്രം സത്യമുണ്ട്? SKN ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. ഇത് 2ാം തവണയാണ് അവിടുത്തെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ബംഗ്ലാദേശിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും തമ്മിൽ ഉള്ള പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ ഇരുമ്പ് വേലി കെട്ടിയതിന് ഇന്ത്യ പറയുന്നത് ഒരുപാട് കാറ്റിൽ ഈ കന്നുകാലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന അതിൻ്റെ പേരിൽ 2 ഭാഗത്തെയും ഗ്രാമവാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലെത്തുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ഗ്രാമീണർ ഏറ്റുമുട്ടുന്ന ഒരു അവസരം ഒഴിവാക്കാൻ വേണ്ടിയും ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് പേര് നുഴഞ്ഞു കയറുന്നുണ്ട് ഇന്ത്യയിലേക്ക്. പ്രത്യേകിച്ച് അവാമി ലീഗിൻ്റെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയിൽപ്പെട്ടവർ. അത് തടയാൻ കൂടി ആയിരിക്കണം ഇന്ത്യ കാറ്റിൽ ഫെൻസ് എന്നാണ് അതിനെ പറയുന്നത്. കന്നുകാലികളെ തടയാനുള്ള ഫെൻസാണ് കെട്ടിയത്, അല്ലാതെ ഉള്ള ഫെൻസല്ല. പക്ഷേ ബംഗ്ലാദേശിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് അത് തടഞ്ഞു. ഇതേ തുടർന്ന് 2 പേരുടെയും ഡയറക്ടർ ജനറൽമാർ ചർച്ച ചെയ്യാനിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ അല്പം ഉലച്ചിലാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്കാണ് രക്ഷപ്പെട്ടത്, അവരെ വിട്ടുകിട്ടണമെന്ന് അവിടുത്തെ ഖാലിദ് പാർട്ടിയും പലരും ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളും ഹൈന്ദവരെയും ന്യൂനപക്ഷമായിട്ടുള്ള ഹൈന്ദവരെയും ആക്രമിക്കുന്നതുണ്ടായി. 250-ലേറെ സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായി. അതിനെതിരെ ഇന്ത്യ പ്രധാനമന്ത്രി തന്നെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അതേ തുടർന്ന് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ പ്രശ്നങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാവുന്ന തരത്തിലേക്ക് ഈ അതിർത്തി പ്രശ്നം വന്നിരിക്കുന്ന SKN. അതുകൂടെ ഒറ്റ കാര്യം കൂടി ഉള്ളത്, 50 ലക്ഷം പേര് അവിടുത്തെ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ഒരു മേഖല മുഴുവൻ വെള്ളപ്പൊക്കത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതിൽ 20 പേർ മരണമടഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വേണ്ടത്ര സഹായം എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. ഇന്ത്യ ഒരു ഭാഗത്ത് ഇന്ത്യയുമായിട്ട് ബന്ധമുലയുന്നു, മറുഭാഗത്ത് ഇന്ത്യ സഹായിക്കുന്നില്ലെന്ന പരാതി കൂടി വന്നിരിക്കുന്നു. അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ്. 50 ലക്ഷം പേരാണ്, 15 കോടി ജനങ്ങളിൽ 50 ലക്ഷം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബേബി ജെയിംസ്.